പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നോ? മനോല്ലാസത്തോടെ ഇരിക്കൂ. കർത്താവിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അതാണ് കർത്താവ് നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എപ്പോഴും എങ്ങനെയാണ് സന്തോഷിച്ചിരിക്കാനാവുക എന്ന് ചോദിച്ചാൽ, എപ്പോഴും യേശുവോടൊത്തിരിക്കൂ. യേശു എപ്പോഴും നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. യേശുവല്ലേ നമുക്ക് കാൽവരിയിലെ കുരിശിൽ രക്തം ചിന്തി മരിച്ച് നമുക്കെല്ലാം രക്ഷ നൽകിയിരിക്കുന്നത്, സമാധാനം നൽകിയിരിക്കുന്നത്, ആശീർവാദം തന്നിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് വേണ്ടി കുരിശിൽ തന്നു, അല്ലേ? അതുമാത്രമല്ല, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കൂ. അപ്പോൾ എന്നും സന്തോഷത്തോടെ ഇരിക്കാം. അതുമാത്രമല്ല, വേറൊരു കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ കാണിക്കണം. അതെന്താണെന്നോ? യേശു നമ്മുടെ രക്ഷകനും നമ്മെ താങ്ങുന്നവനും ആശ്വസിപ്പിക്കുന്നവനും മാത്രമല്ല, നീതിമാനായ ന്യായാധിപതിയുമാണ്. യേശു വീണ്ടും ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ന്യായാധിപതിയായിരുന്ന് നീതി നടത്തും എന്ന് വേദപുസ്തകം പറയുന്നു. നമ്മൾ നല്ലത് ചെയ്താലും ദോഷം ചെയ്താലും ശരി, നമ്മുടെ വായിലെ വാക്കുകൾ പോലും ദൈവം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുമത്രേ. ദൈവം ന്യായവിധിയുടെ ദിവസം അത് കൊണ്ടുവന്ന് വെക്കും. നീ ഇങ്ങനെ സംസാരിച്ചില്ലേ, ഇത് ശരിയാണോ? മറ്റുള്ളവരെ പരിഹസിച്ചില്ലേ, അത് ശരിയാണോ? മറ്റുള്ളവരെ താഴ്ത്തി സംസാരിച്ചില്ലേ, കള്ളത്തരങ്ങൾ പറഞ്ഞു നടന്നില്ലേ, അതെല്ലാം ശരിയാണോ? ദൈവം ന്യായം വിധിക്കുമത്രേ. അപ്പോൾ നാം എപ്പോഴും മനസ്സിൽ എന്ത് വിചാരിക്കണം? 1 കൊരിന്ത്യർ 11:31 നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അപ്പോൾ നമ്മെ സ്വയം വിധിച്ചു നോക്കണം. തോന്നിയതെല്ലാം സംസാരിക്കുന്നതും തോന്നിയതുപോലെ നടക്കുന്നതും, ഞാൻ ഇങ്ങനെ ചെയ്യൂ, എനിക്കിതാണ് ശരിയെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു നടന്നാൽ ഒരു ദിവസം യേശുക്രിസ്തു ന്യായാധിപനായി വരുമ്പോൾ ന്യായം വിധിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മെക്കുറിച്ച് നാം വ്യക്തമായി മനസ്സിലാക്കി യഹോവയ്ക്കിഷ്ടപ്പെട്ട വഴിയിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് ദൈവമുൻപിൽ ധൈര്യത്തോടെ നിൽക്കാം, സന്തോഷത്തോടെ നിൽക്കാം. ദൈവം നമുക്ക് ന്യായം വിധിക്കും എന്ന് വചനം പറയുന്നു. അതിനാൽ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെട്ടാൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണം എന്ന് പറയുന്നു. പ്രത്യേകിച്ച് തിരുവത്താഴ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മെക്കുറിച്ചൊരു ധാരണയുണ്ടാകണമെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പല ദേവാലയങ്ങളിലും തിരുവത്താഴം കൊടുക്കുമ്പോൾ യേശുവിൻ്റെ മരണത്തെ ഓർമ്മിപ്പിക്കുവാനായി അപ്പം ശരീരമായും മുന്തിരിച്ചാറ് രക്തമായും കൊടുക്കുന്നുവല്ലേ? അതിൽ പങ്കെടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇഷ്ടം പോലെ പാപത്തിൽ ജീവിച്ചിട്ട് അതിൽ പങ്കെടുക്കാൻ പാടില്ല. അൾത്താരയിൽ ചെല്ലുമ്പോൾ നമ്മെക്കുറിച്ച് വ്യക്തമായി പരിശോധിച്ച് നമ്മുടെ കുറവുകളെ അറിഞ്ഞ് ആരോടെങ്കിലും ഐക്യപ്പെടണമെങ്കിൽ ഐക്യപ്പെട്ട് വിരോധം മാറ്റി വേണം പങ്കെടുക്കാൻ. ഞാൻ പാപത്തിലേർപ്പെടും, ഞാൻ ഇഷ്ടം പോലെ നടക്കും, തിരുവത്താഴവും എടുക്കും എന്ന് തുനിഞ്ഞാൽ വ്യാധിയുണ്ടാകും, മരണവും സംഭവിക്കും എന്ന് ബൈബിളിൽ അതേ സ്ഥലത്ത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവമെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നിന്റെ കാലുകളെ ശ്രദ്ധിക്കണമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ദേവാലയത്തിൽ പോകുന്നത് എന്തിനാണ്? മനുഷ്യരെ കാണാൻ പോവുകയാണോ? മറ്റുള്ളവരെ കാണിക്കാനാണോ? അതോ ദൈവത്തെ ദർശിക്കാനും ദൈവത്തോട് സംസാരിക്കാനുമാണോ പോകുന്നത്? ദൈവമെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴും ബിസിനസ് ചെയ്യുമ്പോഴും ന്യായം പ്രവർത്തിക്കുന്നുണ്ടോ? ന്യായത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? സംസാരം ശരിയാണോ? ഇതെല്ലാം ദൈവം ശ്രദ്ധിക്കും. നാം സംസാരിക്കുന്ന അനാവശ്യമായ വാക്കുകൾക്ക് ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ബൈബിളിൽ ഉണ്ട്. അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കരുത്, മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കരുത്, കുറ്റം പറഞ്ഞ് പരത്തരുത്, ഉള്ളതും ഇല്ലാത്തതുമൊന്നും പറയരുത്. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നാശമുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ അതറിയില്ല. ന്യായവിധി ദിവസം, അതായത് ഒരാൾ കേസിൽ കുടുങ്ങുകയാണെങ്കിൽ ഇപ്പോൾ വിചാരണ കുറ്റവാളി എന്ന് പറയാറുണ്ട്. പക്ഷേ ജഡ്ജ്മെന്റ് ഡേ വരുമ്പോൾ ചില സമയത്ത് 4 വർഷത്തിന് ശേഷമായിരിക്കും ശിക്ഷ വിധിക്കുന്നത്. 5 വർഷം കഴിഞ്ഞ് ശിക്ഷ അറിയിക്കും. പക്ഷേ ആ ദിവസം വരുന്ന സമയത്ത് മുഖം മുഴുവനും മാറും, കറുപ്പാകും, വിറയലും ഞെട്ടലും ഉണ്ടാകും. ഇത് ഇപ്പോൾ നിങ്ങൾ അറിയില്ല. ന്യായവിധി ദിവസം വരും. അന്ന് യേശുവിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടതാണ്. യേശു സകലവും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. യേശു നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചോ, ഇത് ചെയ്തോ എന്നൊന്നും ചോദിക്കില്ല. നീ സംസാരിച്ചത് കേട്ടോ, അതെല്ലാം യേശു കേൾപ്പിച്ചു തരും. അപ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ ദിവസം നിങ്ങളെ പരിശോധിച്ചു നോക്കി ശരിയാക്കേണ്ടതാണ്. ദിവസവും നമ്മെ ശരിയാക്കിക്കൊണ്ട് വിശുദ്ധനായവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ഒരു ജീവിതം ജീവിക്കണം. ശരിയല്ലേ? ദൈവത്തോട് പറയൂ, ദൈവമേ, ഞാൻ ഇനിയും ശുദ്ധിയുള്ളവനാകണം, ഇനിയും ന്യായത്തോടെ നടക്കണം.
എന്നെ പരിശോധിച്ചു നോക്കി മാനസാന്തരപ്പെടാനായി സമർപ്പിക്കുന്നു. ഞാൻ തെറ്റിനുമേൽ തെറ്റ് ചെയ്യരുത്, എന്നെ ശുദ്ധീകരിക്കണമേ. ന്യായവിധി ദിവസം സന്തോഷത്തോടെ അങ്ങയുടെ മുന്നിൽ നിൽക്കാൻ ഇപ്പോൾ തന്നെ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ